നമസ്കാരം കൂട്ടുകാരെ. ഡിജിറ്റൽ ഓഡിയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാർക്ക് മുന്നിൽ ഒരു അടിപൊളി 2.1 ആംപ്ലിഫയർ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ ഞാൻ എന്നും പറയാനുള്ള പോലെ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ഇന്ന് ഈ ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഈ ആംപ്ലിഫയറിൻ്റെ മെയിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അക്രലിക് തൊട്ട് തന്നെ തുടങ്ങാം. നമ്മളിവിടെ ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു അക്രലിക്കാണ് ഇതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ അക്രലിക്കിൽ നമ്മൾ സെൻട്രൽ പോർഷൻ ഫുള്ള് ഗ്ലാസ് വരുന്ന പോലെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് നമ്മുടെ നെയിമും കൂടെ ലേബൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് കൺട്രോളായിട്ട് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് മാസ്റ്റർ കൺട്രോളാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിലായിട്ട് നമ്മൾ ബേസ്, ട്രിബിള്, വോളിയം, ഗെയിന്, പിന്നെ അതേപോലെ തന്നെ സബ് വോളിയം, ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലൊരു സെലക്ട് സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് USB ഓക്സും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സെലക്ട് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലായിട്ടാണ് US മൊഡ്യൂൾ വരുന്നത്. പിന്നെ ഇതിലായിട്ടൊരു വി മീറ്ററും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ റിംഗ് ലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ രണ്ട് വലിയ കൺട്രോളിനുള്ളിലും നമ്മൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പവർ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആംപ്ലിഫയറിൽ ഫ്രണ്ടേജിൽ വരുന്നത്. പിന്നെ ഈ ആംപ്ലിഫയറിൻ്റെ മെയിനായിട്ട് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ട് നല്ല ക്ലാരിറ്റിയിലും അതേപോലെ തന്നെ പവറിലും യാതൊരു കോംപ്രമൈസ് ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി 2.1 ആംപ്ലിഫയറാണ് ഈ ഒരു മോഡൽ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒത്തിരി ഹെവി ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു മോഡൽ. പിന്നെ നേരെ നമുക്കിനി ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ ഫുള്ളായിട്ടുള്ള ഇൻസൈഡ് വരുന്നത്. ഇതിൽ കസ്റ്റമർ നമുക്ക് മേടിച്ചു കൊണ്ട് തന്നതാണ് കുമാർ ഓഡിയോസിന്റെ 6 ഫെറ്റും കുമാർ ഓഡിയോസിന്റെ സ്റ്റീരിയോ ബോർഡും കസ്റ്റമറോടെ കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ ഈ കസ്റ്റമർ ഏകദേശം എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു 4 ആംപ്ലിഫയറോളം പണിത് കൊണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു ഐറ്റം നമ്മൾ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ വണ്ടികളിലേക്കാണ് നമ്മൾ എല്ലാ ഐറ്റംസും ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്കായിട്ടാണ് പുള്ളി എൻ്റെ അടുത്ത് നല്ല ഹെവി ആയിട്ട് തന്നെ ഒരു ആംപ്ലിഫയർ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഐറ്റം ആൾക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നല്ല പോലെ അറിയാം. കാരണം കസ്റ്റമർ ഞാൻ ഏകദേശം ഇപ്പോൾ 2 വർഷമായിട്ട് ആളെൻ്റെ ക്ലൈൻറ്റ് തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ ഏതൊരു കാര്യം ആളെന്നോട് പറയണത് നമ്മൾ അതേപോലെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി എൻ്റെ അടുത്ത് തന്നെയാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ ആളെ ആഗ്രഹിച്ച ആ ഒരു സംഭവം ആളെന്താണ് ആഗ്രഹിച്ചത് അത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ 100% വിശ്വാസം. അതേപോലെ തന്നെ ഈ ആംപ്ലിഫയർ ആളെൻ്റെ അടുത്ത് പറഞ്ഞത് സോൺ എക്സ്പ്ലോറിൻ്റെ സബ്ബാണ് ആളിതിനകത്ത് ഉപയോഗിക്കുന്നത്. അതും പഴയ മോഡൽ സോൺ എക്സ്പ്ലോർഡാണ്. 1350 വാട്ടിൻ്റെ സോൺ എക്സ്പ്ലോർഡും പിന്നെ ഹൈഫൈയുടെ 2 ചാനലാണ് ഇതിനകത്ത് ആൾ മെയിനായിട്ട് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കണക്കാക്കി യാതൊരു വക പവർ ലോസും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് വർക്കാവണമെന്നാണ് ആളെൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് നല്ല പോലെ അറിയാം നമ്മൾ വണ്ടികളിൽ അതേപോലെ ആൾക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു കണക്കിൽ തന്നെയാണ് ആളെൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. വണ്ടിയിലുണ്ടായ ആ ഒരു സംഭവം തന്നെ നമുക്ക് വീട്ടിലേക്കും കിട്ടണം, യാതൊരു കുറവുകളും ഉണ്ടാവരുത്. അപ്പം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ഫുള്ളായിട്ട് മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമർ തൊട്ട് തുടങ്ങാം. ഇത് നമ്മുടെ ഒരു ടൈപ്പ് 16 4.5 ഇഞ്ച് കോറിൽ വരുന്ന ഒരു ട്രാൻസ്ഫോമറാണ് ഈ ഒരു മുതൽ. ഇതിൽ നമ്മൾ 2 മെയിൻ ടാപ്പിംഗ് ആണ് പിരിച്ചിരിക്കുന്നത്. അതിലൊന്നിൽ 3510 ട്രിനിക്സ് ഡയോഡും 1050 നമ്മൾ ഫിൽട്ടർ സ്റ്റേജ് ആയിട്ട് ഒരെണ്ണം കൊടുത്തിരിക്കുന്നത്. അത് വന്നിട്ട് നമ്മൾ ചാനലിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3510 മെറ്റൽ ബ്രിഡ്ജും 1063 നമ്മൾ അടുത്തൊരു സ്റ്റേജ് ആയിട്ടും നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് വന്നിട്ട് നമ്മുടെ സബിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കുമാർ ഓഡിയോസിന്റെ സ്റ്റീരിയോ ബോർഡാണ്, STK ബേസ്ഡ് സ്റ്റീരിയോ ബോർഡാണ് ഈ ഒരു ഓഡിയോ ബോർഡ്. ഇതിൽ ഞാൻ ഫീഡ്ബാക്ക് ഒക്കെ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രീക്ക് അനുസരിച്ച് മാച്ച് ആവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബോർഡിന് ഞാനിവിടെ ഏകദേശം ഒരു 42 വോൾട്ട് DC ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കണക്കിലാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ മാറ്റം വരുത്തി ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മാക്സിമം ഈ ബോർഡിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയ്ക്കും വോൾട്ടേജ് പുള്ളി ചെയ്ത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് മാക്സിമം 100 വാട്ട്സ് ആണ് ഇതിൻ്റെ RMS റേറ്റിംഗ് വരുന്നത് ഈ പവർ ആമ്പിൻ്റെ.
അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡിസ്റ്റോഷനൊക്കെ വളരെ കുറച്ച് നല്ല വൃത്തിക്ക് തന്നെ ഔട്ട്പുട്ട് കൊണ്ടുവന്ന രീതിയിൽ നമ്മളിതിനെ പണിതെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ പവർ ആമ്പായിട്ട് സബിന്റെ പവർ ആമ്പായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുമാറിന്റെ 6 ഫെറ്റ് ആണ്. അപ്പൊ ഈ രണ്ട് ബോർഡും നമുക്കിവിടെ കസ്റ്റമർ കൊണ്ടുവന്നതാണ്. അപ്പോൾ പുള്ളി ഏകദേശം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് മാക്സിമം 350 വാട്ട്സ് RMS ആണ് ഈ ബോർഡ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ബോർഡിലേക്ക് അത്യാവശ്യം വോൾട്ടേജ് കൊടുക്കണം. മിനിമം നമ്മളൊരു 50-55 വോൾട്ടെങ്കിലും മിനിമം കൊടുക്കണം. എന്നാലാണ് ഇതിന്റെ ഒരു ശരിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുക. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അടി വീഴണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അതിന് വേണ്ടത്ര രീതിയിലുള്ള കറണ്ട് നമ്മൾ കൊടുക്കണം. അത് വിചാരിച്ച് ഇവർ പറയുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കാൻ പാടില്ല. കറക്റ്റ് ഇതിനാവശ്യമായ രീതിയിൽ തന്നെ നമ്മൾ ഇതിന് കൊടുക്കണം. പിന്നെ ഇതിന് ഈ രണ്ട് ബോർഡിനും നമ്മൾ ടെമ്പറേച്ചർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടും ആമ്പ് ഹീറ്റ് ആവുന്നതിനനുസരിച്ചിട്ടാണ് ഫാനുകൾ റൺ ആവുക. നോർമൽ സിറ്റുവേഷനിൽ ഫാനൊന്നും തന്നെ റൺ ചെയ്യില്ല. ആംപ്ലിഫയർ പക്ക സൈലന്റ് ആയിട്ടാണ്. പിന്നെ ഇതില് വയറിങ്ങുകളൊക്കെ നമ്മളിപ്പോൾ ഇതേപോലെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആംപ്ലിഫയറിൽ ഹമ്മിങ് നോയ്സ് അങ്ങനെ യാതൊരു ഇഷ്യൂസും ഉണ്ടാവില്ല. പിന്നെ കൂട്ടുകാർക്ക് തന്നെ ചിന്തിക്കാം, ഈ ആംപ്ലിഫയറിനകത്ത് ആമ്പ് ഹീറ്റായി മാത്രമേ ഫാൻ റൺ ചെയ്യുള്ളൂ. അല്ലാത്ത സിറ്റുവേഷനിലൊന്നും തന്നെ ഈ ആംപ്ലിഫയറിൽ ഫാൻ റൺ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഫാൻ നോയ്സ് വരെ ഈ ആമ്പിന് ഉണ്ടാവില്ല. അത്രയും സൈലന്റ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അതേപോലെ തന്നെ പക്ക ഔട്ട്പുട്ടാണ് ആമ്പിന് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് നമ്മൾ സ്വിച്ചിങ്ങിനായിട്ട് റിലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ഓക്സ് സ്വിച്ചിങ് ആണ് ഈ ആമ്പിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഓക്സും USB സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റിലേ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതില് ബേസ് ട്രബിൾ ബോർഡ് നമ്മുടെ തന്നെയാണ്. അതുപോലെ തന്നെ സബ് ഫിൽറ്ററും നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ബോർഡുകൾ തന്നെയാണ്. ഈ ബാസ് ട്രബിൾ ബോർഡ് നമ്മൾ നല്ലപോലെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ SPK മൊഡ്യൂളിന് കുറച്ച് ഗെയിനും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ കുറച്ച് തുറന്ന രീതിയിലുള്ള ഔട്ട്പുട്ടാണ് ഇതിന് വരാം. അപ്പൊ അതിന് കണക്കാക്കി തന്നെ ഞാൻ ഈ ബാസ് ട്രബിളിന്റെ ഇൻപുട്ട് സ്റ്റേജ് ഫുള്ളായിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോർഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് കറക്റ്റായി തന്നെ ടോൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സബ് ഫിൽറ്റർ വരുന്നത്. അപ്പൊ ഞാനിതിനെ കറക്റ്റായിട്ട് സോണിക് ബോർഡിലേക്കാണ് ടോൺ ചെയ്തിരിക്കുന്നത്. ഇതിൽ വേറെ സബ് ഊഫറുകൾ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലില് ഔട്ട്പുട്ട് വേറെ രീതിയിലാണ് വരാം. കറക്റ്റ് ഈ ആമ്പ് ഏതിലേക്കാണ് ടോൺ ചെയ്തിരിക്കണേ അതിന് കൊടുക്കുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്. ഇതിൽ കൂട്ടുകാർക്ക് ഒരു സംശയം വരാം, അതായത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റിയതൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് യൂണിവേഴ്സൽ ആയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കയ്യിലുണ്ട്. അതായത് കസ്റ്റമർ ഭാവിയിലെ ഊഫർ മേടിക്കും എന്നുള്ളൊരു സങ്കല്പമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക. അതായത് ഏത് ഊഫറാന്നുള്ള ഐഡിയ ഇല്ല. ചിലപ്പോൾ JBL ആവാം, ചിലപ്പോൾ സോണി ആവാം, പൈനിയർ ആവാന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ കോമൺലി നമ്മൾ ചെയ്യുന്ന ഒരു സബ് ഊഫർ ഉണ്ട്. അതെല്ലാ രീതിയിലും സബ് ഊഫറിന് ഔട്ട്പുട്ട് കിട്ടുന്നത് തന്നെയാണ്. അത് ജാറിങ് വൈബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല. ഫ്രീക്വൻസി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുള്ള ഒരു മോഡലാണ് ആ ഒരു മോഡല്. പിന്നെ ഇതില് ഞാൻ സബിന് ഒരു കൺട്രോൾ കൊടുത്തിട്ടുള്ളൂ, ഗെയിൻ ഞാൻ കൊടുത്തിട്ടില്ല. ഇവിടെ കൺട്രോൾ നമ്മളത് ഡമ്മി ആക്കി ഇട്ടിരിക്കുകയാണ്. കാരണം അതിന് ഞാൻ കറക്റ്റ് ആയിട്ട് ഇതിൽ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ടോണും കാര്യങ്ങളൊക്കെ നമ്മൾ ഗെയിനിലേക്ക് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നില്ല. കാരണം നല്ല ഹൈ ഗെയിനിലാണ് ഈ ഫിൽറ്റർ ഇപ്പോൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഇവിടെ 2 റെഗുലേറ്റർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് USB-ക്കും ഒന്ന് വന്നിട്ട് VU മീറ്ററിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സെലക്ട് സ്വിച്ചാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വോളിയം കൺട്രോളൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിന്റെ ഇൻസൈഡ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ ആംപ്ലിഫയറിന് USB, ബ്ലൂടൂത്ത്, FM, അതേപോലെ തന്നെ ഒരു ഓക്സ്, ഇങ്ങനെയാണ് ഇൻപുട്ട് കണക്ടിവിറ്റീസ് ഒക്കെ വരുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംബില് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ചെറിയൊരു ഓഡിയോ ടെസ്റ്റ് ഒന്ന് കേൾക്കാം.
പക്ക സൈലൻ്റ് ആണ്, പക്ക സൈലൻ്റ് ഔട്ട്പുട്ട്, നോ നോയ്സ്, നോ ഹമ്മിങ്.